തന്നെ ആയിക്കോട്ടെടി. എന്നാ ഞാൻ ഇപ്പൊ തന്നെ പൂമോളോടെ പറയട്ടെട്ടോ. ആയിക്കോട്ടെ. പൂമോളെ, ഇജ്ജ് എവിടെടി? എത്താ ഇജ്ജ് അവിടെ കേറി കുത്തിരിക്കണേ? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് ഇറങ്ങേ. എന്നാ ശരിട്ടടി. ആ പൂമോളെ, അന്റെ ഫോൺ എടുത്തു നോക്കിയാ. നമ്മളെ ബ്രോക്കർ താത്തേ അന്റെ ഫോണിക്കേ ചെറുക്കന്റെ ഫോട്ടോ അയച്ചിക്കണല്ലോ. അത് ഒന്ന് നോക്കിയാജ്. ഇമ്മ കുറച്ചേരം ഒരു മനസമാധാനം സ്വയം തരുമോ? ഏതൊരു നേരത്തെ ഒരു ചെറുക്കന് ഇമ്മക്ക് അത്രക്കർ പറ്റിക്കണമെങ്കിൽ ഇമ്മടെ കെട്ടിക്കോളി. പൂമോളെ, മര്യാദക്ക് ഞാൻ പറയണ കേട്ടട്ടാ. കുറച്ച് വർത്താനം എനിക്ക് കൂടുന്നുണ്ട്. പിന്നെ ഏത് രാജകുമാരൻ വരുന്ന കാത്തു തീർക്കാടിജ്? അന്റെ പ്രായക്കായുമ്പോ തന്നെ അന്ന് എനിക്ക് പള്ളേലായിട്ടുണ്ട്. കുറച്ച് കളി വർത്താനം കൂടുന്നുണ്ട്. ഇമ്മ ഇത് പണ്ടത്തെ കാലം നല്ല. ഇമ്മ എന്താണ് മനസ്സിലാക്കാത്തത്? അയാൾക്ക് ഇത് ആദ്യത്തെ കല്യാണം നല്ലല്ലോ, രണ്ടാം ഘട്ടല്ലേ. ഇമ്മക്ക് എന്താ അതിലിത്ര താല്പര്യോ? ഉമ്മ, ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാക്കുമ്പോ എനിക്ക് വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ. അയാളും ഞാനും തമ്മിൽ എത്ര വയസ്സിന്റെ മാറ്റുണ്ട്. അത് ശരി. പിന്നെ അന്നെ പോലെ ഉള്ള കുട്ടിയുടെ കയ്യിലാണ് ഞാൻ അന്നെ കൊടുക്കേണ്ടത്? എടി, രണ്ടാം ഘട്ടാണെങ്കിലും എന്താ പൂമോളെ അതിന് കുഴപ്പം? ഇമ്മ പറഞ്ഞു തന്നിട്ടില്ല എന്നോട് അതിന്റെ കാര്യങ്ങളൊക്കെ? ഓന്റെ അടുത്ത് ഓള് നിന്നിട്ട് തന്നെയല്ല, ഒരാഴ്ച നിന്നെങ്കിലായി. ഓള് ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ട്. ഇമ്മാന്റെ കുട്ടീനെ ഏതെങ്കിലും ഒരു കെണിയിൽ കൊണ്ടുപോയിട്ട് ഇമ്മ ചാടിച്ചോ? ഇമ്മളെ ബ്രോക്കറാത്ത അങ്ങനെ കാട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇമ്മളെ കുടുംബത്തിനെ തൊട്ടറിഞ്ഞ കുടുംബാണ് ഓല്. ഇമ്മാരെ കുട്ടിയത് ചൊക്കിന് ആലോചിക്ക് ട്ടോ. അന്നെ ഇട്ട് മൂടാനുള്ള സ്വത്ത് ഒലിക്കുന്നുണ്ട്. പിന്നെ ഇമ്മാരെ കുട്ടി സുഖമായിട്ട് കാണുന്നതല്ലേ ഇമ്മാക്ക് കാണേണ്ടത്. പിന്നെ എണ്ണ കൊടുത്തയച്ചാലും ഉമ്മ ഇവിടെ സന്തോഷമായിട്ട് കഴിച്ചണ്ടേ? അതെനിക്ക് കാണണ്ടേ? ഇമ്മാരോട്ടിടുപ്പാ ഇങ്ങോട്ട് ഇറങ്ങി വന്നാ. ഇമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാൻ കജൂല. അല്ലിമ്മ, ഞാൻ എന്റെ ഫ്രണ്ട്സുകളെ മുന്നിലൊക്കെ എങ്ങനെ നോക്കൂ? ഓരൊക്കെ രണ്ടാം കെട്ടേന്ന് പറഞ്ഞിട്ട് കളിയാക്കൂലേ? ഇമ്മന്റെ ഭാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാം കെട്ടേനെ കൊണ്ട് എന്റെ മുന്നിക്ക് വരുമോ? ഒന്ന് മാറിക്കേ. പൂമോളെ, നോക്കിയാ ഇജ്ജൊന്നും തിന്നിട്ടും കുടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വാശി കാട്ടി നിക്കല്ലേ. നോക്കിയാ, ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാകേണ്ട കാര്യൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ്. രണ്ടാം ഘട്ടായാലും ഒന്നാം ഘട്ടായാലും കല്യാണല്ലേ. ഓനൊരു മനുഷ്യനല്ലേ. അനക്ക് മാണ്ടൊക്കെ മാണ്ട. ഈ കാര്യം പറഞ്ഞാണ്ട് ഉമ്മ എന്റെ പിന്നാലെ നടക്കൂല. ഉമ്മയൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാ പോരാ എനിക്ക്? ബാക്കിയുള്ളവര് കജ്ജാ വളരുന്നത് കാലാ വളരുന്നത് നോക്കി കാക്കക്കും പൂച്ചക്കും കൊടുക്കാതെ വളർത്തിണ്ടാക്കിയതാ. പേരിനൊരു തന്തണ്ടേനു. ഇട്ടറിഞ്ഞ് പോയിട്ട് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ അറിയൂല. ഇങ്ങനെ വളർത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ബാക്കിയുള്ളവരെ വാക്കിന് വല്ല വിലയുണ്ടോ? എങ്ങനെയൊക്കെ നായർക്ക് നല്ലൊരു പെരയൊക്കെ ഒരു കുടുംബത്തേക്ക് ആക്കി കൊടുക്കാന്ന് വിചാരിച്ച ഞാനൊരു തെറ്റുകാരിയായി. അതപ്പൊ ഉണ്ടായത്. പൂമോളെ, ഇജ്ജ് ടീച്ചറുണ്ടാവിടുന്ന്? ഇമ്മാനെങ്ങനെ ഇടങ്ങാറാക്കാനാണ് എന്റെ തീരുമാനിച്ചാലേ പിന്നെ ഇമ്മാനെ ഇജ്ജ് കാണുന്ന കരുതണ്ടട്ടോ.
ഇത്രയും വളർത്തിണ്ടാക്കി 10-20 വയസ്സ് എനിക്ക് ആകാനായി. ഒക്കെ ആലോചിച്ചാലൊരു വിവരം വിദ്യാഭ്യാസം എനിക്ക് ആക്കിയിട്ടുണ്ട്. ഏതില്ലെങ്കിലും കണ്ടോലെ വർക്കൗട്ട് പോയി കണ്ട് പണിയെടുത്തേണ്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഇതൊക്കെ ഇപ്പൊ എനിക്ക് അറിയുന്ന കാര്യല്ലേ? എത്ര നല്ല ആലോചന വേറെ വന്നതാണ്. അതൊന്നും വേണ്ട വിചാരിച്ചോണ്ട് ഇപ്പൊ ഒരു ആലോചന വന്നതാണ്. ഇതെന്തൊക്കെ പറഞ്ഞാലും ഈ ബന്ധം വേണ്ടാന്ന് വെക്കാൻ എന്നെ കൊണ്ട് പറ്റൂല പൂമോളെ. അന്റെ ചെങ്ങാഴ്ചകളപ്പൊ എന്റെ പ്രശ്നം. എടി അന്റെ ചെങ്ങാഴ്ചകളൊക്കെ അത്യാവശ്യം മുതലുള്ള വരത്തെ പെൺകുട്ടികളാണ്. ഓൽക്കൊക്കെ നല്ല മുതലുള്ള ചെറുക്കന്മാരെ കിട്ടും ചേച്ചും. അത് കണ്ട് നമ്മള് നിന്നിട്ട് കാര്യണ്ടോ? ഓല് നമ്മളൊക്കെ ഒരു തൊള്ളോണ്ട് പറയാൻ പറ്റുമോ? അമ്മക്ക് ഈ പേര് എങ്ങനെ ഉണ്ടായതാ? നാട്ടുകാരും നമ്മളെ അത്യാവശ്യം ബന്ധുക്കാരും കൂടി കൂടിങ്ങാണ്ടാണ് ഈ കോലത്തിലാക്കി തന്നത്. ഉമ്മാന്റെ കുട്ടീനെ ഐറ്റങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് സമാധാനത്തിൽ നിൽക്കാം. പിന്നെ ഉമ്മ എങ്ങനേലും കഴിഞ്ഞോണ്ട് ഇജെന്താ അതാലോചിക്കാത്തത്? ഇജിപ്പി ചോറ് തിന്ന ഇന്ന് നേരം പൊളിച്ചായിട്ട് ഒരു വെള്ള ചേർക്കിയിട്ടില്ല. എന്നാ വായിച്ചിട്ടില്ല. പൈച്ചില്ലെങ്കിൽ വേണ്ടട്ടോ. ഇമ്മാക്കും പൈച്ചിനില്ല. കൊറേ കാലം പട്ടിണി കിടന്നല്ലേ. എന്നിട്ട് ഇമ്മയും മകളും മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. എന്നാലേ ഇവിടുന്ന് അങ്ങോട്ടും ഇനി മരിച്ചൊന്നുമില്ല ട്ടോ.